Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. ഹായ് ഹലോ, വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഡൽഹിയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. കുറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട്. ഡൽഹിയിൽ ഞാൻ വന്നിട്ട് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് ഫരീദാബാദിലാണ്. ഡൽഹിയിൽ ഇപ്പോൾ ഭയങ്കര പൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ കുറച്ച് മാറിയിട്ടാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെ അത്ര തണുപ്പൊന്നും ഡൽഹിയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പം. രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഒന്ന് അമ്പലം വരെ പോയത്. ഈ ഒരു ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലം ഉണ്ടായിരുന്നു, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങിയത്. കാരണം ഇനി 2-3 മാസം കഴിഞ്ഞിട്ടേ സാരിയൊക്കെ ഉടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ തണുപ്പ് കൂടുമ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. നമ്മൾ താമസിച്ച റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് തോന്നിയപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ ചേർത്തുന്നുള്ളൂ. നല്ല അടിപൊളി പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. വീടിൻ്റെ മുഴുവൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിന് ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ജൻപത് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കുക. മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നേരെ ഫുഡ് കഴിക്കാനാണ്. നമ്മൾ INA പോയത് ഫുഡ് കഴിക്കാൻ. അവിടെ നല്ല അടിപൊളി ഊണ് കിട്ടുന്നുണ്ടായിരുന്നു കേരള ഹോട്ടലിൽ നിന്ന്. അപ്പം നമ്മൾ ഊണും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെയുള്ള ഐറ്റംസൊക്കെ, ചിക്കൻ ഫ്രൈ, അങ്ങനെ കൂട്ടിയിട്ടൊരു സിമ്പിൾ ഊണാണ്. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയം ജൻപത്തിൽ ഒന്നുകൂടെ കറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ശരവണ ഭവനിലേക്കാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മുല്ലപ്പൂ ഒക്കെ വിൽക്കണ ഒരാൾ. എനിക്ക് കേരളത്തിലൊക്കെ എത്തിയ ഒരു പ്രതീതി, ഒരു അമ്പലത്തിൻ്റെയൊക്കെ മുന്നിലെത്തിയ ഒരു സ്മെല്ലും പ്രതീതിയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ടോക്കൺ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ മുന്നിലായിട്ട് ഇതേപോലെ കോലമൊക്കെ ഇടുന്നത് കണ്ടത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കോലവും കാര്യങ്ങളൊക്കെ വരയ്ക്കണത്. അവർ നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ വരയ്ക്കണതൊക്കെ കാണാൻ. ആദ്യം വരച്ചു, പിന്നെ തെറ്റിപ്പോയി, പിന്നെ വീണ്ടും അയച്ച് വരച്ചു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ കാണാനായി. ഡൽഹിയിൽ എപ്പോൾ വന്നാലും നമ്മൾ ഈ ശരവണ ഭവൻ വിസിറ്റ് ചെയ്യാറുണ്ട്. നല്ല രസമാണ് അത് കാണാനും നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കാനുമായിട്ട്. എനിക്ക് ഇവിടുത്തെ ഊണും ഭയങ്കര ഇഷ്ടമാണ്. ഒരു തമിഴ് സ്റ്റൈലാണ് ഊണെങ്കിലും നല്ല രസമാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എപ്പം വന്നാലും തിരക്കാണ്. ഉച്ചയ്ക്കാണ് കൂടുതൽ തിരക്ക്. ഈവനിങ് അത്ര വലിയ തിരക്കില്ല, നമുക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടും. അങ്ങനെ അവർ ആദ്യം വരച്ചതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് വീണ്ടും വേറെ ഒരു ഡിസൈനിലൊക്കെ വരച്ച് അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം വീഡിയോ എടുക്കുന്നത് അവർ എടുത്തോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഡെയിലി ഇങ്ങനെ വരയ്ക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഈവനിങ്ങിലാണ് ഇവിടെ വരയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു മോർണിംഗും ഇവർ ചെയ്യുമായിരിക്കും. ഈവനിങ് ആണ് ഞാൻ പോയപ്പോഴാണ് ഇത് കണ്ടത്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മസാല ദോശയായിരുന്നു ഞാൻ ആദ്യം ഓപ്റ്റ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി വട കഴിച്ചാലോ എന്ന്. ഞാൻ അധികവും വടയാണ് വീട്ടിൽ ഉണ്ടാക്കാത്തത്. മസാല ദോശ അധികം ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാത്തത് കഴിക്കുമ്പോഴാണല്ലോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, പ്രത്യേകിച്ച് ഒരു കേരള സ്റ്റൈലിൽ. അങ്ങനെ ഋഷിക്ക് കേസരി ആയിരുന്നു വാങ്ങിയത്. അവനധികം ഇവിടെ വന്നു കഴിഞ്ഞാൽ കേസരി തന്നെയാണ് കഴിക്കുക. പിന്നെ മസാല ദോശയും കഴിക്കും. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഈവനിങ് കുറച്ച് ലൈറ്റായിട്ടായിരുന്നു കഴിച്ചത്. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, നീ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഡൽഹിക്ക് പോയതെന്ന്. പക്ഷെ നമ്മൾ ഓൾറെഡി ഉത്തരാഖണ്ഡിലായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നമ്മുടെ ഐറ്റംസ് ഒന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. അതായത് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുമല്ലോ, അങ്ങനെ എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡൽഹി പോലെ സ്ഥലങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഫുഡ് തന്നെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈവനിങ്ങിലൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് തിരിച്ച് വീണ്ടും നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. നമ്മൾ ഇത്തവണ പോകുന്നത് ഒരു മോളിലേക്കാണ്. മോളിൽ പോയത് നമ്മൾ ഫിലിം കാണാനായിരുന്നു. നമ്മൾ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമാണ് കണ്ടത്. അടിപൊളി ഫിലിമായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം അവർ ഫിലിം നമുക്ക് ഒരു 6 പേർക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഫിലിം
തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതായത് നമുക്ക് വേണ്ടി ഇട്ട് തന്നത്, പക്ഷെ അവർ ഇട്ടപ്പോൾ അത് മാറിപ്പോയി, സെക്കൻഡ് പാർട്ടായിപ്പോയി ഫസ്റ്റ് ഇട്ടത്. നമ്മൾ PVRലായിരുന്നു പോയത്. പക്ഷെ അവർ ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു നമുക്ക് ക്യാഷ് വരെ റീഫണ്ട് ചെയ്ത് തന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഒരു മൂവീൻ്റെ ആ എക്സ്പീരിയൻസ് അവിടെ സ്പോയിലായിപ്പോയി. പക്ഷെ അവർ ഒരുപാട് സോറി പറഞ്ഞു. പിന്നെ അതൊരു റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അതൊരു പ്രശ്നമായി എടുക്കരുത് എന്ന് പറഞ്ഞു. അത് നമുക്ക് റീഫണ്ടൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വലിയ ഇഷ്യൂ ആക്കില്ല. പിന്നെ നമുക്ക് 6 പേർക്ക് വേണ്ടി മാത്രം അവരത് ഇട്ട് തന്നു എന്നുള്ളതാണ് കാര്യം. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഒരു 10 പേരിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അവർ ആ ഫിലിം നമുക്ക് കാണിച്ചു തരുള്ളൂ. പക്ഷേ മലയാളത്തിൽ തന്നെ നമുക്കത് കണ്ടു. പക്ഷേ ഞങ്ങളും ആ ഫിലിമിനെ കുറിച്ച് പ്രത്യേകിച്ച് ട്രെയിലറൊന്നും കാണാണ്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് പാർട്ട് കണ്ടിട്ടാണ് പിന്നെ ഫസ്റ്റ് പാർട്ട് ഇട്ടത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടായി വരുന്നത്. ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മാള് മൊത്തം ഒന്ന് കറങ്ങി. ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഈ മാളിലുണ്ടായുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ അല്ലാതെ തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് മാർക്കറ്റ്സ് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു മാൾസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ വലിയ മാളുകളിലൊക്കെ കുറച്ചും കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു 2000 മേലേക്കുള്ള ഡ്രസ്സുകൾ മാത്രമേ ഈ മോളിൽ എല്ലാ ഷോപ്പിലും ഉണ്ടായുള്ളൂ. എനിക്ക് തോന്നുന്നു മാക്സിൽ വരെ ഒരു 3000 മുകളിലുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിൻ്റർ ഡ്രസ്സുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്തത്. അവിടെ ഉണ്ടായിരുന്നതും അധികം വിൻ്റർ ഡ്രസ്സുകൾ തന്നെയായിരുന്നു. നോർമൽ വെയർസ് വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പോകുന്നൊരു ഭാഗമാണ് ഈ ഒരു ചെടികളൊക്കെ വിൽക്കുന്ന നമ്മുടെ ഭാഗം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ എവിടെ കണ്ടാലും ഞാൻ പോയി നോക്കും. പിന്നെ കപ്സ് എവിടെ കണ്ടാലും എനിക്കൊരു 2 കപ്പെങ്കിലും എടുക്കാൻ നിവർത്തില്ല. ഇവിടെ നല്ല ഓഫറിൽ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് സ്റ്റൈലിൻ്റെ അടുത്തുനിന്നായിരുന്നു നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ഹോം സെൻറ്ററിൽ നിന്നായിരുന്നു കേട്ടോ ഇതൊക്കെ എടുത്തത്. അപ്പം ഞാൻ 2 കപ്പ് മാത്രം എടുത്തു അവിടുന്ന്. പിന്നെ ചെടികൾ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ചെടീനെ വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ഇവിടെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരിക്കണം ചെടി. നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് അതിനെ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന്. കാരണം വിൻ്റർ ആകുമ്പോൾ എല്ലാ ചെടികളും നശിപ്പിക്കുന്ന ഒരു ടൈമും കൂടി. പിന്നെ ഞാനും ഋഷിയും കൂടെ കിഡ്സിൻ്റെ ഏരിയയിൽ പോയിട്ട് കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കളിക്കുക അവൻ്റെ കൂടെ. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൈക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് അധികം തന്നെ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് പറ്റണ അവൻ്റെ ഈ ഒരു ഏജിലുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവനെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആക്ച്വലി ഇവൻ ഉണ്ടായതിന് ശേഷം നമുക്ക് നാട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നിന്നതെല്ലാം റിമോട്ട് ഏരിയാസിലുമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ഇതുപോലത്തെ മാൾസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടുത്തെ സംഭവങ്ങളിലൊക്കെ കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ നമ്മളും മാക്സിമം അവനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് അവനും ഇതെല്ലാം പരിചിതമാക്കണമല്ലോ എന്നുള്ളതിൽ കാണിക്കാറുണ്ട്. അങ്ങനെ നൈറ്റ് നമ്മൾ പിസയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു അടിപൊളി പിസയായിരുന്നു. ബാർബിക്യൂ പിസയാണിത്. നമ്മുടെ നാട്ടിലും അത്യാവശ്യം കിട്ടും, പക്ഷേ ഇവിടുത്തതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു പിസ. അപ്പം അത് കഴിച്ചു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ വന്ന സമയത്ത് ഇത്ര തണുപ്പില്ലായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കിനും നല്ല തണുപ്പ് കാര്യങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഡൽഹി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരാം.